കഥ തുടങ്ങുന്നത് ഒരു സാധാരണ ഗ്രാമീണ വീടിൻ്റെ പശ്ചാത്തലത്തിലാണ്. പുലർച്ചെയുള്ള പക്ഷികളുടെ ശബ്ദം, കൺമഷി എഴുതാത്ത ആഭരണങ്ങളില്ലാത്ത ഇരുണ്ട നിറമുള്ള, എന്നാൽ കണ്ണുകളിൽ നിഷ്കളങ്കതയുള്ള മിത്ര കണ്ണാടിയിൽ നോക്കി മുടി പിന്നിക്കെട്ടുകയാണ്. അവൾ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവളാണ്. വലിയമ്മയുടെ വീട്ടിലാണ് താമസം. വലിയമ്മയുടെ മകൾ ശാലിനി നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്നു. വലിയമ്മ ദേഷ്യത്തോടെ, ഡീ മിത്രേ, ആ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടിയത് നിന്റെ ഭാഗ്യം കൊണ്ടാണ്. അവിടെ ചെന്നിട്ട് നാണം കെടുത്തരുത്. ശാലിനി പോലെ ഒന്ന് ഒരുങ്ങി നടക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? ഉള്ള നിറം കൂടി കളയാൻ ഒരു നിറങ്ങിക്കോളൂ. മിത്ര ശാന്തമായി ഒരു പുഞ്ചിരിയോടെ, ഇല്ല വലിയമ്മേ, ഞാൻ എൻ്റെ ജോലി കൃത്യമായി ചെയ്തോളാം. മിത്ര ആരുടെയും കുറ്റപ്പെടുത്തലുകൾ വകവയ്ക്കാതെ മനസ്സിൽ പുതിയ ജോലിയുടെ പ്രതീക്ഷയുമായി വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നു. അവളുടെ മനസ്സിൽ താൻ ഒറ്റയ്ക്കാണെന്ന ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാനാണ് അവൾക്കിഷ്ടം. RK ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. രാവിലെ വലിയൊരു കോർപ്പറേറ്റ് ഓഫീസ് കെട്ടിടം. ആധുനിക വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളും പുരുഷന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവിടേക്ക് വളരെ ലളിതമായ ഒരു ചുരിദാറും ധരിച്ച് പേടിയോടെ എന്നാൽ കൗതുകത്തോടെയും മിത്ര നടന്നു വരുന്നു. അതേസമയം ഓഫീസിൻ്റെ ഗേറ്റിലേക്ക് ഒരു ലക്ഷറി കാർ വന്നു നിൽക്കുന്നു. അതിൽ നിന്നും ഇറങ്ങുന്നത് കമ്പനി CEO മകൻ രാഹുലാണ്. കോട്ടും സ്യൂട്ടുമിട്ട് കയ്യിൽ വില കൂടിയ വാച്ചും കെട്ടി തികച്ചും ഒരു ഹാൻസം ലുക്കിലാണ് അവൻ വരുന്നത്. എല്ലാ പണിവെട്ടുകളും രാഹുലിനെ നോക്കി കണ്ണു വയ്ക്കുന്നുണ്ട്. ഓഫീസിൻ്റെ റിസപ്ഷനിലേക്ക് നടക്കുമ്പോൾ മിത്രയുടെ കയ്യിലിരുന്ന ഫയലുകൾ അബദ്ധത്തിൽ താഴെ വീഴുന്നു. അവൾ പരിഭ്രമത്തോടെ അത് പെറുക്കാൻ തുടങ്ങുമ്പോൾ ഒരു കൈ അവളോടൊപ്പം ഫയലുകൾ പെറുക്കാൻ കൂടി. മിത്ര തിരിഞ്ഞു നോക്കുമ്പോൾ അത് രാഹുലാണ്. മിത്ര പകച്ചുപോയി. താങ്ക്സ് സർ. രാഹുൽ മിത്രയുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു മനോഹരമായ പുഞ്ചിരിയോടെ, ഇറ്റ്സ് ഓക്കെ, പുതിയ ജോയിനിങ് ആണല്ലേ, ഓൾ ദി ബെസ്റ്റ്. രാഹുൽ നടന്നു നീങ്ങുമ്പോൾ മിത്ര അവനെ നോക്കി നിന്നു. രാഹുലിന് സാധാരണ വലിയ മോഡേൺ പെൺകുട്ടികളെ കണ്ട് മടുത്തിട്ടാണുള്ളത്. മിത്രയുടെ ആ നാടൻ വശ്യതയും നിഷ്കളങ്കമായ കണ്ണുകളും അവൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ചലനമുണ്ടാക്കി. മിത്ര തൻ്റെ ഡെസ്കിലിരുന്ന് വളരെ ഗൗരവത്തോടെ ജോലി ചെയ്യുകയായിരുന്നു. ചുറ്റുമുള്ളവർ അവളെ തരം താഴ്ത്തി സംസാരിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്നാണ് ഓഫീസിലേക്ക് ഒരു കാറ്റ് പോലെ മേഘന കടന്നു വരുന്നത്. മറ്റൊരു പ്രമുഖ കമ്പനിയുടെ CEO മകളാണ് മേഘന. അതീവ സുന്ദരി, മോഡേൺ വസ്ത്രധാരണം, കൂടെ അഹങ്കാരവും തലക്കനവും. അവൾ രാഹുലിനെ സ്വന്തമാക്കാൻ നടക്കുകയാണ്. നേരെ രാഹുലിൻ്റെ ക്യാബിനിലേക്ക് പോകും വഴി അവൾ മിത്രയെ കാണും. മിത്രയുടെ വസ്ത്രധാരണവും നിറവും കണ്ട് മേഘനയ്ക്ക് പുച്ഛം തോന്നും. മേഘന മിത്രയുടെ അടുത്ത് വന്ന് ഉറക്കെ, ഹേ, നീ ആരാ ഇവിടെ? ഈ ഓഫീസിൽ സ്റ്റാൻഡേർഡ് കളഞ്ഞ് ഇവിടുന്ന് ഒപ്പിച്ചു ഇതിന്. എനിക്ക് കുടിക്കാൻ ഒരു കാപ്പി എടുത്ത് എൻ്റെ ക്യാബിനിൽ വെക്ക്. മിത്ര ഒന്നും മിണ്ടാതെ താൻ ചെയ്യാൻ വന്ന ജോലിയില്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ മേഘന പറഞ്ഞത് കേട്ട് കാപ്പി എടുക്കാൻ പോയി. മിത്ര ഒരു കപ്പിൽ ചൂടുള്ള കാപ്പിയുമായി വരികയായിരുന്നു. മേഘന രാഹുലിനോട് സംസാരിച്ച് കോൺഫറൻസ് റൂമിൽ നിന്നും പുറത്തേക്ക് വരികയായിരുന്നു. മിത്രയെ കണ്ടതും മേഘനയുടെ മനസ്സിൽ ഒരു കുബുദ്ധി തോന്നി. മിത്ര അരികിലൂടെ കടന്നു പോകുമ്പോൾ മേഘന മനഃപൂർവ്വം തൻ്റെ കാൽ വെച്ച് മിത്രയെ തടസ്സപ്പെടുത്തി. മിത്ര ബാലൻസ് തെറ്റി വീഴാൻ പോയി. കയ്യിലെ ചൂട് കാപ്പി തെറിച്ച് മേഘനയുടെ വില കൂടിയ ഡ്രസ്സിലേക്ക് വീണു. മേഘന, വാട്ട് ദി ഹെൽ, നീ എന്താ കണ്ണു പൊട്ടിച്ചിട്ടാണോ നടക്കുന്നത്? കാട്ടുപെണ്ണെ, എൻ്റെ ഡ്രസ്സിൻ്റെ വില നിൻ്റെ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താലും നിനക്ക് കിട്ടില്ല. മേഘന മിത്രയെ ദേഷ്യത്തോടെ തള്ളിമാറ്റി. മിത്ര കരച്ചിലിൻ്റെ വക്കിലെത്തി നിലത്തേക്ക് വീഴാൻ പോയി. എന്നാൽ പെട്ടെന്ന് ഒരു ശക്തമായ കൈ മിത്രയെ വീഴാതെ താങ്ങി പിടിക്കുന്നു. അത് രാഹുലായിരുന്നു. രാഹുൽ മിത്രയെ പതുക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ദേഷ്യത്തോടെ മേഘനയ്ക്ക് നേരെ തിരിഞ്ഞു. രാഹുൽ വളരെ ദേഷ്യത്തിൽ, സ്റ്റോപ്പ് ഇറ്റ് മേഘന, ഞാൻ എല്ലാം കണ്ടു. നീ മനഃപൂർവ്വം കാൽവെച്ചത് കൊണ്ടാണ് അവൾ വീണത്. ഇവിടെ ആർക്കും ആരെയും അപമാനിക്കാൻ അവകാശമില്ല. ഇത് എൻ്റെ ഓഫീസാണ്. മേഘന അമ്പരപ്പോടെ, രാഹുൽ, നീ ഈ കറുത്ത ഒന്നിനും കൊള്ളാത്ത പെണ്ണിന് വേണ്ടിയാണോ എന്നോട് ചൂടാവുന്നത്? രാഹുൽ, അവൾ ഈ കമ്പനിയിലെ സ്റ്റാഫാണ്. മേഘന, പണവും സൗന്ദര്യവും മാത്രം പോരാ, മനുഷ്യരെ ബഹുമാനിക്കാനും പഠിക്കണം. പ്ലീസ് ലീവ് നൗ. മിത്ര വിറയ്ക്കുന്ന കൈകളോടെ ടെറസിൽ വന്ന് മാറി നിന്ന് കരയുകയാണ്. എങ്ങനെയെങ്കിലും ഈ ജോലി കൊണ്ടുപോകണം. വലിയമ്മയുടെ വീട്ടിൽ സമാധാനമായി കഴിയണം എന്ന് മാത്രമാണ് അവളുടെ ആഗ്രഹം.
അവിടേക്ക് രാഹുൽ പതുക്കെ നടന്നു വരുന്നു. കയ്യിലൊരു കുപ്പി തണുത്ത വെള്ളമുണ്ട്. അവനത് മിത്രയ്ക്ക് നേരെ നീട്ടുന്നു. രാഹുൽ, ദാ ഇത് കുടിക്ക് മേഘന പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട. അവൾ അങ്ങനെയാണ്. മിത്ര കണ്ണീര് തുടച്ചുകൊണ്ട്. താങ്ക്സ് സാർ, എന്നെ രക്ഷിച്ചതിന്. ഞാൻ കാരണം സാറിന് പ്രശ്നമുണ്ടായതിൽ വിഷമമുണ്ട്. ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന ആളാ. ആരോടും ഒരു വഴക്കിനുമില്ല. രാഹുൽ പുഞ്ചിരിയോടെ. എനിക്കറിയാം മിത്ര, നിന്റെ ആ സ്വഭാവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഡോണ്ട് വറി, ഇവിടെ നിനക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഐ ആം ദെയർ. രാഹുൽ അവളെ നോക്കി ആശ്വാസത്തോടെ ചിരിക്കുന്നു. മിത്ര ആദ്യമായി രാഹുലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു. ആ നോട്ടത്തിൽ നന്ദിയും ഒപ്പം തിരിച്ചറിയാത്ത ഒരു ചെറിയ പ്രണയത്തിൻ്റെ തുടക്കവും ഉണ്ടായിരുന്നു. രാഹുൽ തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരു വലിയ സന്തോഷമുണ്ടായിരുന്നു.